ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ SIT. കേസിൽ മണിക്ക് പങ്കില്ല എന്ന് ഹൈക്കോടതിയിൽ SIT റിപ്പോർട്ട് നൽകി. അഹമ്മദ് മുസ്തബ, വിജിൻ വായാന്തോട് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം മുസ്തബയിലേക്കാണ്. മുസ്തബ, ഈ SITയുടെ റിപ്പോർട്ട് തന്നെയാണ് ഏറെ പ്രധാനമെന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിൽ ഡി മണിയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്? ഇയാൾക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ രമേശ് ചെന്നിത്തല ഒരു വ്യാപാരി, വിദേശ വ്യവസായി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ മൊഴി SIT അറിയിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഡി മണിയെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയി എന്നുള്ളതാണ്. എന്തായാലും ഡി മണിയെ സംബന്ധിച്ച് താൽക്കാലികമായി ആശ്വാസകരമായ, പ്രത്യേകിച്ച് ഒരു 164 ഉൾപ്പെടെ നൽകാമെന്ന് ആ വ്യാപാരി തന്നെ അറിയിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അതിന്റെ മറ്റു വസ്തുക്കളിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ തരത്തിൽ ഡി മണിക്ക് പങ്കില്ല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ 2-3 ജാമ്യാപേക്ഷകൾ വന്നിരുന്നു. ആ ജാമ്യാപേക്ഷകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുരാരി ബാബു വീണ്ടും 2 ജാമ്യാപേക്ഷകൾ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പത്മകുമാറിന്റെ, അതേ നാഗ ഗോവർദ്ധന്റെ ഈ 2 ജാമ്യാപേക്ഷകളുണ്ട്. എന്തായാലും ആ കാര്യത്തിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ വിശദമായി പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് SITയുടെ ഒരു റിപ്പോർട്ട് കൂടി വരേണ്ട സാഹചര്യമുണ്ട്. ആ രൂപത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ വന്ന 2 ജാമ്യാപേക്ഷകളിൽ തിങ്കളാഴ്ച തീരുമാനമെടുക്കാൻ കോടതി വിഷയം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അമൃത. ശരി, വിജിൻ വായാന്തോട് കൂടി വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നുണ്ട്. വിജിൻ, നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല നേരത്തെ ഒരു മൊഴിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ പശ്ചാത്തലത്തിലായിരുന്നില്ലേ ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്? അമൃത, തീർച്ചയായും. അതായത് രമേശ് ചെന്നിത്തലയാണ് ആഗോള പുരാവസ്തു തട്ടിപ്പ് സംഘത്തിന് ഈ കേസിൽ ബന്ധമുണ്ട്, സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ട്, കൂടുതൽ ആഭരണങ്ങൾ, ഒപ്പം തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് SIT രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈഞ്ചക്കലിലെ SIT ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഓഫീസിലെത്തിയാണ് അന്ന് രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. അതിലാണ് ഒരു വ്യവസായി തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അതായത് ആഗോളതലത്തിൽ തന്നെയുള്ള തട്ടിപ്പ് സംഘവുമായി ഈ കേസിന് ബന്ധമുണ്ട്, ശബരിമലയിലെ ആഭരണങ്ങൾ ഉൾപ്പെടെ അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള മൊഴി രമേശ് ചെന്നിത്തല നൽകുന്നത്. അതിനുശേഷം രമേശ് ചെന്നിത്തല ഈ പ്രവാസി വ്യവസായിയുടെ ഫോൺ നമ്പറും വിശദാംശങ്ങളും ഒക്കെ SITക്ക് നൽകിയിരുന്നു. ആ വ്യവസായിയുടെ മൊഴിയിൽ നിന്നാണ് ഇങ്ങനെ മണി എന്നുള്ള ഒരാൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള നിലയിൽ ഉള്ള അന്വേഷണം എത്തിച്ചേരുന്നത്. അതിന്റെ ഭാഗമായി ഡിണ്ടിഗലിൽ ഉൾപ്പെടെ മണിയെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലും വീടിലുമൊക്കെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കേരളത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചും ഡി മണിയിൽ നിന്ന് വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വിശദമായി നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഡി മണിക്ക് ഈ കേസിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള കണ്ടെത്തൽ SIT നടത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തൽ അടങ്ങിയ റിപ്പോർട്ടാണ് നിലവിൽ ഇന്നലെ ഹൈക്കോടതിയിൽ SIT സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മണി 2 തവണയാണ് കേരളത്തിൽ എത്തിയിരുന്നത്. ആ എത്തിയ സമയത്ത് ഒന്ന് മണിയുടെ പിതാവിന്റെ ഈ മരണാനന്തര ചടങ്ങുകൾക്കായും മറ്റൊന്ന് ഒരു ക്ഷേത്ര സന്ദർശനത്തിനുമായാണ് എത്തിയത് എന്നുള്ളതാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടോ ഒപ്പം തന്നെ മറ്റേതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ ഉള്ള കൊള്ളയിൽ നിലവിൽ ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു തരത്തിലും മണിയുടെ പങ്ക് വ്യക്തമാകാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണം അപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായി ഒതുങ്ങുകയാണ് നിലവിൽ എന്നുള്ളതാണ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് എന്തായാലും ഈ വിഷയത്തിൽ SIT കടക്കാനുള്ള സാധ്യതയില്ല. കാരണം അന്വേഷണം പൂർത്തിയാക്കാൻ ഇനി 6 ആഴ്ചക്കാലം മാത്രമാണ് ബാക്കിയുള്ളത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം ഇനി അത് നഷ്ടപ്പെട്ട സ്വർണം ഉൾപ്പെടെ കണ്ടെത്തേണ്ട സാഹചര്യമൊക്കെ ഈ SITക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്കുള്ള അന്വേഷണം ശക്തമായി തുടരാനുള്ള ഒരു നീക്കത്തിലാണ് SIT എന്തായാലും ഉള്ളത്. നിലവിൽ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, മൊഴി, അതുമായി ബന്ധപ്പെട്ട് വിശദമായി നടത്തിയ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ അത് പൂർണ്ണമായും അവസാനിപ്പിക്കാനായിരിക്കും എന്തായാലും SIT ഇനി നടപടികൾ സ്വീകരിക്കുക. മറ്റ് അന്വേഷണം, അതായത് സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതും ഒപ്പം തന്നെ വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടതും ഉൾപ്പെടെയുള്ള വിഷയത്തിലുള്ള അന്വേഷണം തുടരാനാണ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയത് താൻ അങ്ങനെ ഒരു ആരോപണമോ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലോ അല്ല ഇങ്ങനെ ഒരു മൊഴി നൽകിയത്. അത് വ്യവസായി തന്നോട് പറഞ്ഞു, ഒരു പ്രവാസി വ്യവസായി തന്നോട് പറഞ്ഞു. ആ കാര്യമാണ് SITക്ക് മുന്നിൽ അറിയിച്ചത്. ഒപ്പം തന്നെ ആ വ്യവസായിയുമായി ഇപ്പോൾ ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് ശേഷവും സംസാരിച്ചിരുന്നു. അദ്ദേഹം കോടതിയിൽ 164 പ്രകാരം രഹസ്യമൊഴി നൽകാൻ ഉൾപ്പെടെ തയ്യാറാണ്. ഇത്തരത്തിൽ ആഗോളതലത്തിലുള്ള തട്ടിപ്പ് സംഘത്തിന് ഈ കേസിൽ ബന്ധമുണ്ട് എന്ന ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. തനിക്ക്
തനിക്ക് ഇക്കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള അറിവില്ല, വ്യവസായി പറഞ്ഞ കാര്യം മാത്രമാണ് താൻ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അമൃത. ശരി, അഹമ്മദ് മുസ്തബയും വിജൻ വായന്തോടുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.